വള്ളുവനാടിൻ്റെ കാഴ്ചകളുമായി ഒരു പ്രഭാതം. വള്ളുവനാടിൻ്റെ കാഴ്ചകളെന്നാൽ ഈ കാണുന്ന കാഴ്ച തന്നെയാണ്. പച്ചപ്പ്, വയൽ, കൈത്തോട്, അങ്ങനെ ഈ ഒരു പച്ചപ്പിൻ്റെ ഹൃദയതാളം അറിഞ്ഞ് ജീവിക്കുന്ന ഗ്രാമനിവാസികൾ. അവർ നഗരജീവിതത്തിൻ്റെ എല്ലാ മാറ്റുകൾ അറിയുന്നുവെങ്കിലും വള്ളുവനാടേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ നാടിൻ്റെ ഹൃദയതാളങ്ങളിലേക്ക് എത്തുമ്പോൾ പ്രകൃതിയോട് ചേരുന്നു. പാടവരമ്പിലൂടെ, സ്നേഹത്തിൻ്റെ പാടവരമ്പിലൂടെ അവർ സഞ്ചരിച്ചെത്തുന്നത് എപ്പോഴും ഒരു ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്തായിരിക്കും. ക്ഷേത്ര തിരുമുറ്റങ്ങളിലേക്ക് വാതിൽ തുറക്കുന്ന വയൽപ്പാടങ്ങൾ, അത് വള്ളുവനാടിനെ ഏറ്റവും മനോഹരമായ ഒരു ഭൂപ്രകൃതിയിലേക്ക്, അതിൻ്റെ സൗന്ദര്യത്തിലേക്ക്, അതിൻ്റെ മഹാത്മ്യത്തിലേക്കൊക്കെ കൊണ്ടുവരുമ്പോൾ നാം അറിയാതെ തന്നെ ഈ കാഴ്ചകളുടെ ഭാഗമായി മാറും. കാഴ്ചകളുടെ ഭാഗമായി മാറുമ്പോൾ, കാഴ്ചകളുടെ സൗന്ദര്യത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ഒരു ഗ്രാമം അതിൻ്റെ ചേതനകളെ, അതിൻ്റെ എല്ലാ വികാരങ്ങളെയും നമ്മിലേക്ക് കൊണ്ടുവരും. പ്രകൃതിയുടെ ശക്തി സൗന്ദര്യങ്ങൾ ഇവിടെ നിറഞ്ഞു നിൽക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാനാകും. അങ്ങനെ വള്ളുവനാടിൻ്റെ ഊർജ്ജത്തെ അറിഞ്ഞുകൊണ്ട് ഈ പ്രഭാതത്തിൽ നാം ഒത്തുചേരുകയാണ്. ഒരു ക്ഷേത്രഭൂമിയിലേക്ക് തന്നെയാണ് നമുക്ക് സഞ്ചരിക്കുവാനുള്ളത്. വയൽവരമ്പിൽ നിന്ന് എല്ലാവരും തേടിയെത്തുന്ന ഒരു ക്ഷേത്രഭൂമി. ആ വയൽവരമ്പുകൾ നമ്മെ കൊണ്ടെത്തിക്കുക ആ ക്ഷേത്രഭൂമിക്ക് തിരുമുറ്റത്ത് തന്നെ ആകുമ്പോൾ ഈ പ്രകൃതിയുടെ സൗന്ദര്യം ഈ ദിവസത്തിന് കൂടുതൽ മാറ്റം നൽകട്ടെ. ഗ്രാമത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ മനുഷ്യനാകുന്ന സത്യത്തെ തിരിച്ചറിയുവാൻ ഒരു പ്രേരണാ ഘടകമാകട്ടെ ഈ ദിവസം ഇതിൻ്റെ കാഴ്ചകൾ. നമുക്ക് കാഴ്ചകൾ ആരംഭിക്കാം ചിന്താമൃതത്തിനൊപ്പം. വയൽ വരമ്പുകളിലൂടെ സഞ്ചരിച്ചുകൊണ്ട്, കൈത്തോടിനെ കണ്ടുകൊണ്ട് നാം ലക്ഷ്യം വയ്ക്കുന്ന ക്ഷേത്രത്തിൻ്റെ പേര് ശ്രീ വീരസ്ഥാനം വിരുട്ടാണം ക്ഷേത്രം എന്നാണ്. ഈ ക്ഷേത്രത്തിൻ്റെ നാമം കേട്ടാൽ അതിലൊരു അപൂർവതയുണ്ട്. തീർച്ചയായും നാമം പോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ എല്ലാ വിശ്വാസങ്ങളിലും ആ അപൂർവത ഒത്തുചേരുന്നു. നാം ഇപ്പോഴുള്ളത് ഷൊർണൂരിന് അടുത്തുള്ള, ദേശമംഗലത്തിനും അടുത്തുള്ളൊരു പ്രദേശത്താണ്. ഈ പ്രദേശത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇത് തൃശ്ശൂർ ജില്ലയുടെയും പാലക്കാട് ജില്ലയുടെയും അതിർത്തിയാണ്. അതായത് പാലക്കാട് ജില്ലയിലെ ഏറ്റവും ചേർന്ന് കിടക്കുന്ന ക്ഷേത്രവും അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയുടെ ഭാഗവും കൂടിയായ ക്ഷേത്രഭൂമിയാണ് നാം നിൽക്കുന്നതെന്ന് പറയാം. ഈ ക്ഷേത്രം തൃശ്ശൂർ ജില്ലയുടെ ഭാഗമായിട്ടാണ് അറിയപ്പെടുന്നത് എങ്കിലും പാലക്കാട് ജില്ലയ്ക്കും തൃശ്ശൂർ ജില്ലയ്ക്കും ഉത്സവ ദിനങ്ങളിൽ കൃത്യമായ പ്രാധാന്യമുണ്ട് എന്നത് മനസ്സിലാക്കേണ്ടതാണ്. ക്ഷേത്രത്തിൻ്റെ 10 ദിവസത്തെ ഉത്സവങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഒരു ക്ഷേത്രത്തിൽ, ഈ ഒരു തട്ടകത്തിൽ ഉത്സവങ്ങൾ നടക്കണമെങ്കിൽ ഈ ക്ഷേത്രത്തിൽ മുളയിടണം. മുളയിടൽ എന്ന് പറയുന്ന ഇവിടുത്തെ വലിയൊരു ആചാരമാണ്. അത് നമുക്കതിനെ വിശദമായ വഴിയേ പറയാം. ഏതായാലും ഇവിടെ മുളയിട്ട് കഴിഞ്ഞാൽ മാത്രമേ ഈ തട്ടകത്തിൽ മറ്റേതൊരു ക്ഷേത്രത്തിലും ഉത്സവം നടക്കുകയുള്ളൂ. അത്രയ്ക്ക് പ്രാധാന്യമുള്ള ക്ഷേത്രഭൂമി. ഈ ക്ഷേത്രഭൂമിയുടെ ഉത്സവം 10 നാളാണെങ്കിൽ ആദ്യത്തെ 4 നാളുകൾ അത് ദേവസ്വം വകയായി നടത്തപ്പെടും. പിന്നെ 5, 6, 7, 8 ദിവസങ്ങളിലെ ഉത്സവങ്ങളിൽ 5-ാമത്തെ ദിവസവും 8-ാമത്തെ ദിവസത്തെയും ഉത്സവം നടക്കുന്നത് പാലക്കാട് ജില്ലയിലെ നാട്ടുകാർ ചേർന്നാണ് എങ്കിൽ 6ഉം 7ഉം ദിവസത്തെ ഉത്സവം നടത്തുന്നത് തൃശ്ശൂർ ജില്ലയിലെ നാട്ടുകാർ ചേർന്നാണ്. അങ്ങനെ എല്ലാ നാട്ടുകാരും ഒത്തുചേർന്ന ഒരു ഗംഭീര ആഘോഷമാണിത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അപൂർവമായ നാമമുള്ള, അപൂർവമായ വിശ്വാസമുള്ള ഒരു ക്ഷേത്രഭൂമിയിലേക്കുള്ള യാത്ര ഈ പ്രഭാതത്തിൽ നമുക്ക് പുണ്യമായി സുഹൃതമായി എത്തിച്ചേരുന്നു. വീരസ്ഥാനം വിരുട്ടാണം ക്ഷേത്രം. ഈ ക്ഷേത്രഭൂമിയിലേക്ക് നാം എത്തുന്നു. 2000 വർഷം പഴക്കമുള്ള ക്ഷേത്രഭൂമി എന്നാണ് ഏകദേശ അന്വേഷണത്തിൽ മനസ്സിലാക്കുവാനായത്. ഈ പ്രഭാതത്തിൽ ക്ഷേത്രഭൂമി അന്വേഷിച്ച് വരുമ്പോൾ മനോഹരമായ കാഴ്ചകളാണ് നമ്മെ സ്വാഗതം ചെയ്തതല്ലോ. എന്നാൽ ക്ഷേത്രഭൂമിക്കുമുണ്ട് അതുപോലെ തന്നെ സമാധാനത്തിൻ്റെയും ശാന്തിയുടേതുമായ ഒരു അന്തരീക്ഷം. ഏറ്റവും ശാന്തമായ ഭാവത്തിൽ ക്ഷേത്രം നിലകൊള്ളുകയാണ്. ഈ ക്ഷേത്രഭൂമി പണ്ടേതോ ഋഷിവര്യനാൽ, ഏറ്റവും തപസ്വിയായിരുന്ന, പരമതപസ്വിയായിരുന്ന ഒരു ഋഷിയാൽ പ്രതിഷ്ഠിക്കപ്പെട്ടു എന്നാണ് വിശ്വാസം. എന്നാൽ അതുപോലെ തന്നെ മറ്റൊരു വിശ്വാസം പറയുന്നത് കൊടുങ്ങല്ലൂർ ക്ഷേത്രവുമായി വളരെയേറെ ബന്ധമുള്ള ഈ ക്ഷേത്രഭൂമി പരശുരാമ പ്രതിഷ്ഠിതമാണ് എന്നൊരു വിശ്വാസമുണ്ടെന്നുള്ളതാണ്. ഏതായാലും അങ്ങനൊരു ഐതിഹ്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് 2000 വർഷം പഴക്കമുള്ള ക്ഷേത്രഭൂമി, അങ്ങനെ ഒരു ദേശത്തിൻ്റെ പ്രത്യേകതകളെല്ലാം പറയുമ്പോൾ ഈ ദേശത്തിന് ചരിത്രപരമായൊരു പ്രാധാന്യം കൂടിയുണ്ട്. അതായത് ചേരമാൻ പെരുമാളുമായി ബന്ധപ്പെട്ട് കോട്ടയുമൊക്കെ നിലകൊള്ളുന്ന പ്രദേശം, അതിനെക്കുറിച്ച് നാം പറഞ്ഞു കഴിഞ്ഞു. അത് ഒരു ചേരമാൻ പെരുമാൾ ദർശനത്തിന് വരുമായിരുന്ന തളിക്ഷേത്രം നിലകൊള്ളുന്ന ക്ഷേത്രഭൂമിയിൽ നിന്ന് വിളിപ്പാട് അകലെയാണ് ഈ ക്ഷേത്രഭൂമി ഉള്ളത്. അങ്ങനെയെല്ലാം ചരിത്രപരമായ പ്രാധാന്യമുള്ളൊരു ക്ഷേത്രഭൂമി. ഈ ക്ഷേത്രഭൂമിയിലേക്ക് എത്തുമ്പോൾ തഴച്ചു വളരുന്നൊരു തുളസിച്ചെടിയാണ് നമ്മെ സ്വാഗതം ചെയ്യുന്നത്. ഈ തുളസിക്കുമുണ്ടൊരു പ്രത്യേകത.
എല്ലാ വർഷവും ഉത്സവകാലത്ത് കൊടിമരം നാട്ടിയിട്ട് പ്രത്യേക രീതിയിലുള്ള പൂജകളോടുകൂടി കൊടിമരം നാട്ടി ഉത്സവം നടത്തുന്ന ഒരു ക്ഷേത്രഭൂമിയാണിത്. ആ കൊടിമരം നാട്ടുന്ന പ്രദേശത്ത് കൊടിമരം ആന വന്ന് കൊടിമരം തള്ളിയിട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ നന്നേ ചെറിയൊരു തുളസിത്തൈ വെക്കുന്നു. ആ തുളസിത്തൈ പെട്ടെന്ന് തന്നെ പടർന്ന് പന്തലിക്കുന്നു. ഒരു വർഷം കഴിഞ്ഞാൽ പിന്നീട് ഉത്സവകാലമാകുമ്പോഴേക്കും ഈ തുളസി ചെടി പിഴുതു മാറ്റിയിട്ടാണ് വീണ്ടും കൊടിമരം വെക്കുക. അങ്ങനെ ഈ ഒരു മണ്ണിൻ്റെ ഫലഭൂയിഷ്ടമായ മണ്ണിൻ്റെ സമൃദ്ധിയെ കാണിച്ചു തരുന്ന തുളസിച്ചെടി, ഒരു വർഷത്തിൻ്റെ പോലും വളർച്ചയെത്താത്ത ആ തുളസിച്ചെടി പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന കാഴ്ച കണ്ടുകൊണ്ട് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ അപൂർവതയും ശാന്തിയും മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് നേരെ നാലമ്പലത്തിനകത്തേക്ക് തന്നെ പ്രവേശിക്കാം. നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖചക്ര ഗദാഹസ്തേ മഹാലക്ഷ്മി നമോസ്തുതേ നമസ്തേ ഗരുഡാരൂഢേ കോലാസുരഭയങ്കരീ സർവപാപ ഹരേ ദേവി മഹാലക്ഷ്മി നമോസ്തുതേ. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് മറ്റൊരു വിശ്വാസമുള്ളത്, ഇവിടെ പണ്ടുകാലത്ത് രാജഭരണം നിലനിന്നിരുന്ന കാലത്ത് രാജാവിന് കീഴിലാണ് ക്ഷേത്രഭൂമി ഉണ്ടായിരുന്നതാണ്. എന്നാൽ അടികൾ പൂജകൾ ചെയ്തിരുന്നപ്പോൾ ഭഗവതിക്ക് ആ പൂജകൾ ഏറെ ഇഷ്ടമാവുകയും ഈ ഒരു ക്ഷേത്രവും ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പൂജാതി കാര്യങ്ങൾക്കുള്ള അവകാശവും അടികൾക്ക് നൽകുവാൻ ദേവി തന്നെ താല്പര്യപ്പെടുകയും ഇതിനുവേണ്ടി ഒരു രാജഭരണകാലത്ത് രാജകൊട്ടാരത്തിൽ ചില അനിഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കുകയും അപ്പോൾ രാജാവ് സ്വാഭാവികമായും പ്രശ്നം വെച്ച് നോക്കുകയും അത് ദേവിയുടെ ഇഷ്ടം മനസ്സിലാക്കുകയും അങ്ങനെ അടികൾക്ക് ഈ ക്ഷേത്രവുമായി ചുറ്റുമുള്ള പ്രദേശങ്ങളും ക്ഷേത്രത്തിൻ്റെ ഭരണാവകാശവും നൽകുകയും ചെയ്തു. ഇന്നും അടികൾ പൂജകൾ ചെയ്യുന്ന, അതായത് അടികൾ സമുദായത്തെക്കുറിച്ച് നാം ഇതിനു മുൻപ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സമുദായത്തിൻ്റെ പൂജകൾ നടക്കുന്ന ക്ഷേത്രഭൂമിയാണ് ഇത് എന്ന് മനസ്സിലാക്കുവാനാകും. ശാന്തഭാവത്തിലുള്ള ശ്രീകോവിൽ, അതിമനോഹരമായ ഏറ്റവും ശാന്തഭാവം നിലകൊള്ളുന്ന ഒരു ശ്രീകോവിലിന് തിരുമുറ്റത്താണ് നാം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ശ്രീ വീരസ്ഥാനം വിരുട്ടാണം ക്ഷേത്രം. ഈ ക്ഷേത്രഭൂമിയുടെ പേരിനൊരു അപൂർവതയുണ്ട് എന്ന് പറഞ്ഞുവല്ലോ. എന്നാൽ ആ പേര് പോലെ തന്നെയാണ് ഈ ശ്രീകോവിലെ പ്രതിഷ്ഠയ്ക്കും വലിയൊരു അപൂർവതയുണ്ട്. അതായത് ഒരേ പീഠത്തിൽ തന്നെ ദേവീ സാന്നിധ്യത്തിനൊപ്പം വീരഭദ്ര പ്രതിഷ്ഠ കൂടിയുണ്ട്. അത്തരത്തിലുള്ള അപൂർവ ക്ഷേത്രമാണ് ഇതെന്ന് മനസ്സിലാക്കാം. അതായത് ഒരു പീഠത്തിൽ തന്നെ വീരഭദ്ര സാന്നിധ്യവും ദേവീ സാന്നിധ്യവും, ചാമുണ്ടേശ്വരി സങ്കല്പത്തിലാണ് പൂജയും. അങ്ങനെ വരുമ്പോൾ, അതായത് സപ്തമാതൃക്കൾ സങ്കല്പമുള്ള നിരവധി ക്ഷേത്രഭൂമികൾ നാം കണ്ടിട്ടുണ്ട്. സപ്തമാതൃക്കൾ സാന്നിധ്യത്തിനൊപ്പം തന്നെ ഗണപതിയും വീരഭദ്രനും ഒപ്പം വരുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനാകും. എന്നാൽ വീരഭദ്ര സാന്നിധ്യവും ദേവീ സാന്നിധ്യവും ഒരേ ശ്രീകോവിൽ ഒരേ പീഠത്തിൽ വരുന്നു എന്നത് ഈ ക്ഷേത്രത്തിൻ്റെ നാമം പോലെ തന്നെ വ്യത്യസ്തമാണെന്ന് മനസ്സിലാക്കാമല്ലോ. വീരസ്ഥാനം എന്നത് ഉച്ചരിച്ച് വിരുട്ടാണമായതാണ് എന്നൊരു ഖ്യാതി കേൾക്കുകയുണ്ടായി. എന്നാൽ ഇവിടെ എത്തി ഈ പ്രതിഷ്ഠയുടെ അപൂർവത മനസ്സിലാക്കുമ്പോഴാണ് വീരൻ കൂടി സ്ഥാനമാകുന്നത്, വീരഭദ്രന് കൂടി സ്ഥാനമുള്ള ദേവീ ക്ഷേത്രഭൂമി എന്നാണ് ഈ നാമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സുന്ദരി മാധവി ചന്ദ്ര സഹോദരി ഹേമമയി മുനിഗണവന്ദിത മോക്ഷപ്രദായിനി മഞ്ജുളഭാഷിണി വേദനുതേ. കൂടല്ലൂർ മനക്കിലെ കൃഷിക്കാര്യങ്ങൾ നോക്കിയിരുന്ന് അടിയത്തും മൂത്താരുടെ ഓലക്കുടയിലേറി വന്ന ദേവിയാണ് ഇവിടെ വിരുട്ടാണത്ത് നിലകൊള്ളുന്നത് എന്നൊരു ഐതിഹ്യമുണ്ട്. അത് പഴമക്കാർ പറഞ്ഞു കേൾക്കുന്ന ഐതിഹ്യമാണ്. ഏതായാലും ഓലക്കുടയിലേറി വന്ന ചൈതന്യം ഇന്നിവിടെ ഈ നാടിൻ്റെ തന്നെ വീരത്വമാണ്. വീരഭദ്രസ്വാമികൾ കൂടി നിലകൊള്ളുന്ന ആ വീരത്വം ഈ ദേശത്തുള്ളത് കൊണ്ട് തന്നെയായിരിക്കണം ചേരമാൻ പെരുമാക്കളുടെ കോട്ടയും ഇവിടെ വന്നത്. അങ്ങനെ ഒരു യുദ്ധ പാരമ്പര്യം കൂടി ഇവിടെയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇനി ശ്രീകോവിൽ കാഴ്ചകളിലേക്ക് കടന്നതല്ല. ബലിക്കലിലോ ബലിക്കൽപുരയിലെയോ കാഴ്ചകളിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല എങ്കിലും അകത്തേക്ക് വരുമ്പോൾ ശ്രീകോവിൽ നന്നേ ചെറുതാണ് എങ്കിലും സവിശേഷങ്ങളായ ഒട്ടേറെ കാഴ്ചകൾ ഇവിടെ പറയാനുണ്ട് എന്ന് കാണാം. അതിൽ തന്നെ പ്രധാനമായും പറയാനുള്ളത് ഗോപുര മുകളിൽ കാണുന്ന വെള്ളി നിറത്തിൽ തിളങ്ങുന്ന ഗജലക്ഷ്മി ഭാവമാണ്. വെള്ളി നിറച്ചാർത്തുള്ളത് കൊണ്ട് തന്നെ അതിനൊരു പ്രത്യേക ഭംഗിയുണ്ട്. എല്ലാ ദേവീ ദേവരൂപങ്ങളും ഋഷി പരമ്പരകളും ഒക്കെ ഒത്തുചേരുന്നു അവിടെ എന്ന് കാണാം. ഗജലക്ഷ്മി രൂപത്തിന് തൊട്ട് താഴെ ഐശ്വര്യത്തിൻ്റെ ചിഹ്നമായ അല്ലെങ്കിൽ പഴയ കാലത്തിൻ്റെ ഗോപുരത്തിൻ്റെ ചിഹ്നമായ രീതിയിലുള്ള ദാരുവിലെ അലങ്കാരപ്പണികളും കാണാം.
ഈ അലങ്കാര പണികൾക്കും നേരെ മുന്നിൽ ദാരുവിൽ തന്നെ തീർത്ത, തടിയിൽ തന്നെ തീർത്ത 2 തൂണുകളുമുണ്ട്. അത് കഴിഞ്ഞ് താഴേക്ക് എത്തുമ്പോഴാണ് ശ്രീകോവിലിൻ്റെ പ്രഭാപൂരത്തിലേക്ക്, സുവർണ്ണ നിറത്തിൽ തിളങ്ങുന്ന ശ്രീകോവിലിൻ്റെ പ്രഭാപൂരത്തിലേക്ക് നാം എത്തുന്നത്. ഈ പ്രഭാപൂരത്തിൽ അടഞ്ഞുകിടക്കുമ്പോൾ ശ്രീകോവിൽ വാതിലുകളിൽ ദേവീ രൂപങ്ങളെല്ലാം ആലേഖനം ചെയ്തിട്ടുണ്ട്. എന്നാൽ നട തുറന്നിരിക്കുമ്പോൾ ഒരേ പീഠത്തിലെ വീരഭദ്ര പ്രതിഷ്ഠയും ദേവീ പ്രതിഷ്ഠയും കാണുമ്പോൾ ഉണ്ടാകുന്ന ചൈതന്യം അതെടുത്തു പറയത്തക്കത് തന്നെയാണ്. ഏറെക്കാലം ദാരുവിൽ തീർത്ത വിഗ്രഹമാണ് ഇവിടെ ഉള്ളത് എന്നാണത്രേ എല്ലാവരും കരുതിയിരുന്നത്. എന്നാൽ 2005 പുനഃപ്രതിഷ്ഠ നടക്കുന്ന കാലത്ത് ഇവിടുത്തെ പൂജാതി കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന അടികർ സമുദായത്തിൽപ്പെട്ടവരെല്ലാം ഒത്തുചേർന്ന് ഈ ഒരു വിഗ്രഹങ്ങളെ ഉയർത്തി നോക്കുമ്പോഴാണ് അത് കടുശർക്കര യോഗത്തിലുള്ള പ്രതിഷ്ഠയാണ് എന്ന് മനസ്സിലാക്കിയത്. അതുമാത്രമല്ല, ദേവീ പ്രതിഷ്ഠയ്ക്ക് താഴെ അതിമനോഹരമായ ഒരു ഗണപതി വിഗ്രഹവും ഉണ്ടായിരുന്നു അത്രേ. ഇതെല്ലാം കടുശർക്കര യോഗത്തിലായതുകൊണ്ട് തന്നെ ഇവിടുത്തെ ചാന്താട്ടം വളരെ വിശേഷപ്പെട്ടതാണ്. ഇടവ മാസത്തിലോ മേടമാസത്തിലോ അതിൻ്റെ ഉത്തമമായ നാൾ നോക്കിയിട്ടാണ് ഇവിടെ ചാന്താട്ടം വഴിപാടായി നടത്താറുള്ളത്. ഇങ്ങനെ ചാന്താടാറുണ്ട് എന്ന് പറയുമ്പോൾ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു കാര്യം ഇവിടെ പറയാനുള്ളത് ഇവിടുത്തെ ദ്വാരപാലക രൂപമാണ്. ഈ ദ്വാരപാലക രൂപങ്ങൾക്കും ചാന്താട്ടം പതിവുണ്ട്. ആ ചാന്താട്ടത്തിന് വേണ്ടി പതിവുള്ളത് കൊണ്ട് തന്നെ ആ ചാന്താട്ടം ചാന്താടുന്നത് കൊണ്ട് പ്രത്യേക രൂപത്തിലാണ് ഇന്നും നമുക്ക് ദ്വാരപാലകരെ കാണാനാകുന്നത്. അതുമാത്രമല്ല, ആ രൂപത്തിലെ കിരീടധാരണത്തിൻ്റെ രീതികളും അതുപോലെ ആഭരണങ്ങളും പിന്നെ മാർവിടത്തിൽ പിണഞ്ഞു കിടക്കുന്ന നാഗങ്ങളുമൊക്കെ നമ്മുടെ ശ്രദ്ധയെ തീർച്ചയായും ആകർഷിക്കും. ഇനി ക്ഷേത്രത്തെ വലം വയ്ക്കുവാൻ തുടങ്ങിയാൽ വലം വെച്ച് നാം ആദ്യം എത്തുന്നത് ഗണപതിക്ക് മുന്നിലാണ്. തെക്ക് പടിഞ്ഞാറ് കന്നിമൂലയിൽ ഗണപതി സാന്നിധ്യമാകുന്നു. അവിടെ നിന്ന് മുന്നോട്ട് നടന്നാൽ അടുത്ത ചെറിയ ശ്രീകോവിലിൽ സാന്നിധ്യമാകുന്നത് ഭദ്രകാളിയും ഭുവനേശ്വരിയും സുബ്രഹ്മണ്യ സാന്നിധ്യവുമാണ്. ഒരേ ശ്രീകോവിൽ തന്നെ 3 ഉപദേവതാമൂർത്തികൾ വരുന്നു എന്നത് ഇവിടുത്തെ ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയാണ്. അവിടെ നിന്ന് വീണ്ടും മുന്നിലേക്കെത്തിൽ മുളയറയ്ക്ക് മുന്നിൽ നാം എത്തുന്നു. അതായത് ഇവിടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രകൃതി ആരാധനാ സമ്പ്രദായങ്ങൾ നിലകൊള്ളുന്നത് കൊണ്ട് തന്നെ മുളപ്പിച്ച ധാന്യം ദേവിക്ക് മുന്നിൽ വെക്കുന്നൊരു ചടങ്ങൊക്കെയുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ധാന്യങ്ങൾ ഉത്സവകാലത്ത് സൂക്ഷിക്കുന്ന അറയാണ് മുളയറ എന്നറിയപ്പെടുന്നത്. ശ്രീ വീരസ്ഥാനം വിരുട്ടാണം ഭഗവതി ക്ഷേത്രം. ക്ഷേത്രഭൂമിയിൽ നിന്ന് ദർശനം നേടിയെടുത്ത് ശക്തിഭാവത്തിലിരിക്കുന്ന വീരഭദ്ര സമേതയായി നിൽക്കുന്ന ഭദ്രകാളി ഭാവ ദർശന സൗഭാഗ്യം നേടിയെടുത്ത് ഒരു പ്രഭാതത്തെ അതിൻ്റെ ഊർജ്ജത്തിൻ്റെ മുഴുവൻ പ്രഭവ കേന്ദ്രമാക്കി മാറ്റുന്ന അങ്ങനൊരു സവിശേഷമായ ദർശന സൗഭാഗ്യത്തോടു കൂടി ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്കെത്തുമ്പോൾ തന്നെ മറ്റൊരു ഊർജ്ജം നമ്മെ സ്വാഗതം ചെയ്യുന്നു. താളത്തിനും മേളത്തിനുമൊപ്പം പ്രാർത്ഥനകൾ മുഖരിതമാവുകയാണ് ഇവിടെ. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് എപ്പോഴും പ്രാർത്ഥനകളോടുകൂടി ചേർന്ന് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സംഘം. അതിൽ യുവാക്കളുണ്ട്, വൃദ്ധരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, എല്ലാവരും ഒത്തുചേർന്ന് ചെറിയ കുഞ്ഞുങ്ങൾ വരെയുണ്ട്. എന്നാൽ എല്ലാവരും ഈ നടയ്ക്ക് മുന്നിൽ അമ്മയുടെ മക്കളായി മാത്രം മാറുന്ന ഒരു ഒത്തുചേരൽ. ആ ഒത്തുചേരലിൽ പ്രാർത്ഥനകളെ കൊണ്ട് മുഖരിതമാക്കുമ്പോൾ ആ പാട്ടിൻ്റെ താളത്തിനൊപ്പം നമുക്ക് ദേവീ സ്തുതിയേക്കാൾ ഏറെ കുറേ മനുഷ്യർ ഒത്തുചേർന്നിരിക്കുമ്പോൾ അവരുടെ മനസ്സിൻ്റെ നന്മകളുടെ ഊർജ്ജം അതിൻ്റെ കൊട്ടിപ്പാടൽ കൂടിയാണ് ഇവിടെ നിന്ന് കേൾക്കാനാവുക. ദേവി ശരണമേ അമ്മേ ഭഗവതി നീയേ ശരണമേ ബാലഭദ്രേ. ദേവി ശരണമേ അമ്മേ ഭഗവതി നീയേ ശരണമേ ബാലഭദ്രേ. തായേ ശരണമേ നിത്യം ശരണമേ നിത്യസുമംഗളയായൊരമ്മേ. തായേ ശരണമേ നിത്യം ശരണമേ നിത്യസുമംഗളയായൊരമ്മേ. നിത്യദാരിദ്ര്യാദി ദോഷമകറ്റണേ കൊണ്ടൽ നീളം പൂണ്ട ബാലഭദ്രേ.
നിത്യദാരിദ്ര്യാദി ദോഷമകറ്റണേ കൊണ്ടൽ നിറം പൂണ്ട ബാലഭദ്രേ ദേവി മനോഹരി പാപസംഹാരിണി ശ്രീവീരസ്ഥാനത്തു വാണരുളും ദേവി മനോഹരി പാപസംഹാരിണി ശ്രീവീരസ്ഥാനത്തു വാണരുളും ദേവി ശരണമേ അമ്മേ ഭഗവതി നീയെ ശരണമേ ബാലഭദ്രേ നീയെ ശരണമേ ബാലഭദ്രേ സർവരും സേവിക്കും സർവദാ ശോഭിക്കും സർവസ്വരൂപിണി അമ്മേ നിന്റെ സർവരും സേവിക്കും സർവദാ ശോഭിക്കും സർവസ്വരൂപിണി അമ്മേ നിന്റെ സുന്ദര പാദകമലദളങ്ങളിലെന്നും ശരണമേ ബാലഭദ്രേ സുന്ദര പാദകമലദളങ്ങളിലെന്നും ശരണമേ ബാലഭദ്രേ नमस्तेस्तु महामाये श्रीपीठे सुरपूजिते शङ्खचक्र गदाहस्ते महालक्ष्मी नमोऽस्तुते नमस्ते गरुडारूढे कोलासुरभयङ्करी सर्वपाप हरे देवी महालक्ष्मी नमोऽस्तुते മഴയിൽ നിന്ന് വെയിലിലേക്കുള്ള ഒരു സഞ്ചാരകാലം. അങ്ങനെ മാറി വരുന്ന ഋതുവിൻ്റെ മനോഹാരിതയ്ക്കൊപ്പം വീണ്ടും ഒരു അരയാൽ ചുവടിലേക്ക്. ഓരോ അരയാൽ ചുവടും ഒരു ഊർജ്ജമാണ് എന്ന്, ഒരു ഉണർവാണ് എന്ന്, ഒരു പ്രഭാതത്തെ വരവേൽക്കുവാനുള്ള ഏറ്റവും നല്ല കാഴ്ചയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അരയാൽത്തറയിലെ കാറ്റേറ്റു വാങ്ങിക്കൊണ്ട് നാം ഇരിക്കുന്നത് ശ്രീ വീരസ്ഥാനം വിരുട്ടാണം ക്ഷേത്രഭൂമിയിൽ തന്നെയാണ്. ഈ ദിവസം നമുക്ക് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഉപദേവതാ സങ്കല്പത്തെയും അതുപോലെ തന്നെ ഇവിടുത്തെ പൂജാകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അടികർമാരെക്കുറിച്ചും പ്രത്യേകമായി പറയുവാനുണ്ട്. ഇതിനു മുൻപ് അടികർമാരെക്കുറിച്ച് നാം പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ആ ഐതിഹ്യത്തിന് പ്രാധാന്യമേറുന്നു. അത്തരം കാഴ്ചകളുമായി ഈ ദിവസത്തിൻ്റെ കാഴ്ചകൾ ആരംഭിക്കാം. ഏതായാലും ഈ ദിവസത്തെ കൂടുതൽ ശുഭമാക്കാം അമ്മയുടെ വാക്കുകൾക്കൊപ്പം ചിന്താമൃതം. വിരുട്ടാണം ഭഗവതി ക്ഷേത്രത്തെ വലം വെച്ച് വരുമ്പോൾ നമുക്ക് പ്രാർത്ഥനാമുഖരിതമാകുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തുവാനാകും. ഈ പ്രാർത്ഥന കേൾക്കുന്നത് ഏതാണ്ട് തെക്കു പടിഞ്ഞാറുള്ള പ്രാർത്ഥനപ്പുരയിൽ നിന്നാണ്. ആ പ്രാർത്ഥനപ്പുരയിലേക്കാണ് നാം ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ അതിന് പിന്നിൽ എന്താണെന്ന് അന്വേഷിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇവിടെ ഏറ്റവും സജീവമായി പ്രവർത്തിക്കുന്ന ക്ഷേത്ര ഭാരവാഹികൾ അതുപോലെ ഭക്തരായ നാട്ടുകാർ ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്നതിനോടൊപ്പം തന്നെ ഇവിടെ ഏറ്റവും സജീവമായി മാതൃസമിതിയുമുണ്ട്. ഈ മാതൃസമിതിയുടെ നേതൃത്വത്തിൽ ഈ പ്രാർത്ഥനപ്പുര വർഷത്തിലെ എല്ലാ മാസവും പ്രാർത്ഥനാ മുഖരിതമാക്കും. അതിപ്പോൾ രാമായണ മാസം കർക്കിടകത്തിൽ രാമായണ പാരായണമാണെങ്കിൽ ചിങ്ങമാസമാകുമ്പോഴേക്കും കൃഷ്ണഗാഥയിലേക്ക് എത്തും. പിന്നെ കന്യമാസം അതായത് നവരാത്രി കാലമായ ഈ കാലത്ത് ദേവി ആരാധനയാണ് നടത്തുന്നത്. ദേവി ആരാധന നടത്തുമ്പോൾ ആദ്യം ഇവിടുത്തെ വിരുട്ടാണത്തെ അമ്മയെ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് കൈതൊഴാം കൈതൊഴാം എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പ്രാർത്ഥനാ മുഖരിതമാകുന്ന ഈ ഒരു അകത്തളത്തിന് പ്രാർത്ഥനാപുര എന്ന് തന്നെ നാം പറയുമ്പോൾ ഈ അകത്തളത്തിന് നല്ലൊരു ഊർജ്ജം തങ്ങി നിൽക്കുന്നുണ്ട്. അതിന് മറ്റൊരു കാരണമുള്ളത് ഇപ്പോൾ ഇത് പ്രാർത്ഥനയുടെ എല്ലാവരും ഒത്തുചേർന്ന മാതൃസമിതിയുടെ നേതൃത്വത്തിലുള്ള പ്രാർത്ഥനയുടെ ഒരു ഊർജ്ജം തങ്ങി നിൽക്കുന്നുവെങ്കിൽ വൃശ്ചിക മാസമാകുമ്പോഴേക്കും ഇതേ മുറി തന്നെ കളമെഴുത്തും പാട്ടിന് വേദിയാവും. അതായത് ദേവിയുടെ അതിദിവ്യമായ ചിത്രം പഞ്ചവർണ്ണ പൊടിയിൽ തീർക്കുന്ന ആ കളം ഇവിടെ നിറഞ്ഞു നിൽക്കും. അങ്ങനെ തൃശ്ശൂർ ജില്ലയിൽ കളമെഴുത്തും പാട്ടിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ക്ഷേത്രം എന്ന പ്രാധാന്യം കൂടി വിരുട്ടാണം ഭഗവതി ക്ഷേത്രത്തിനുണ്ട്. ൊരു ചുരുക്കൊണ്ടില്ല സാരസ്യമില്ല എന്നറിക്കേതും കൂടം തന്നൂടെ പൂണ്ടോ ചുണ്ടാവോ നിഷ്കൂടം തന്നീലേ പോയൊരു നരിയിൽ നല്ലതിന്നരീത പന്നിത്തോരുണ്ടല്ലേ കയ്യിൽ കൂടി കുണ്ടത്തിനെ ഭൂമി കുറ്റമില്ലല്ലീരുൾ അണ്ടത്തിൽ കൊണ്ടു ദണ്ഡിക്കുന്നു. ശ്രീ വീരസ്ഥാനം വിരുട്ടാണം ക്ഷേത്രത്തിൽ പൂജകൾ കഴിക്കുന്നത് അടികളാണെന്ന് പറഞ്ഞുവല്ലോ. ഈ അടികളെക്കുറിച്ച് ഇതിനു മുൻപ് നാം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ക്ഷേത്രഭൂമിയിൽ വെച്ച് തീർച്ചയായും ഒന്നുകൂടി പറയേണ്ടതുകൊണ്ട് പറയുകയാണ്. അടികൾ എന്ന വാക്കിനർത്ഥം പൂജനീയർ എന്നാണ്. എന്നാൽ അതിനോടൊപ്പം തന്നെ മറ്റൊരു വിശേഷമായ അർത്ഥമുള്ളത് ഉത്തമമായ ശക്തി ആരാധനയും ചക്ര ആരാധനയും വിദ്യോപാസനയും ഒക്കെ വശമുള്ളവരാണ് അടികൾ എന്നൊരു പ്രമാണം കൂടിയുണ്ട്. ചില ഭ്രഷ്ടൻ്റെ കഥകളൊക്കെ പണ്ട് കാലത്ത് പറയുന്നു എങ്കിലും യഥാർത്ഥത്തിൽ ശക്തി ആരാധനയ്ക്ക് വേണ്ടി പ്രാപ്തരായവരാണ് അടികൾ എന്ന സ്ഥാനത്തിന് അർഹരായിട്ടുള്ളവർ എന്നും ഒരു പ്രത്യേകിച്ച് രീതിയിലുള്ള വ്യാഖ്യാനമുണ്ട്.
ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നാം അടികൾ പൂജകൾ ചെയ്യുന്ന ഒരു ക്ഷേത്രഭൂമിയിലാണല്ലോ നിൽക്കുന്നത്. എങ്ങനെയാണ് അടികൾ സമുദായത്തിൻ്റെ ഉൽപ്പത്തി എന്നതിനെക്കുറിച്ച് പറയാം. ആധികാരികമായ രേഖകളൊന്നും സമർപ്പിക്കാനില്ല എങ്കിലും തൃത്താലയിലൂടെ നാം യാത്ര ചെയ്തപ്പോൾ, ഈ ഒരു ദേശത്ത് വന്നാൽ തന്നെ നമുക്ക് എപ്പോഴും ഓർമ്മിക്കുക ഭാരതപ്പുഴയുടെ തീരവും തൃത്താലയും ഒക്കെയാണ്. തൃത്താലയിലെ ശിവക്ഷേത്ര ഭൂമിയോട് ചേർന്ന് തന്നെ കൊടിക്കുന്നത്ത് ദേവീക്ഷേത്രമുണ്ട്. യഥാർത്ഥത്തിൽ കൊടിക്കുന്ന് ദേവീക്ഷേത്രമാണ് ഈ ഒരു അടികൾ സമുദായത്തിൻ്റെ അല്ലെങ്കിൽ അടികൾ എന്ന ബ്രാഹ്മണ സമുദായത്തിൻ്റെ ആസ്ഥാനം എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അടികർമാരുടെ ആസ്ഥാനം, അതിനെക്കുറിച്ച് പറയുമ്പോൾ തീർച്ചയായും കൊടിക്കുന്നത്ത് കാവിലേക്ക് തന്നെ നാം എത്തണം. കൊടിക്കുന്നത്ത് കാവിൻ്റെ പടവുകൾ കയറി ആ ക്ഷേത്രഭൂമിക്ക് തിരുസന്നിധിയിൽ നിന്ന് വേണം ആ ഐതിഹ്യത്തെയും ആ കഥകളെയും മനസ്സിലാക്കുവാൻ. മേഴത്തൂർ അഗ്നിഹോത്രിയിൽ നിന്നാണ് ആ കഥയും ആരംഭിക്കുന്നത്. പണ്ട് കാവേരിക്ക് നടുവിൽ ഒരു ചുഴി രൂപപ്പെടുകയും ആ ചുഴി മാറ്റണമെങ്കിൽ ഇവിടെ ശുഗപുരം ഗ്രാമത്തിലെ മേഴത്തൂർ അഗ്നിഹോത്രി തന്നെ വരണമെന്ന് അവിടെ ഒരു ബ്രാഹ്മണ യുവതി പറയുകയും തുള്ളിപ്പറയുകയും ചെയ്തു അത്രേ. ഇതിൻ പ്രകാരം അവിടേക്കെത്തിയ അഗ്നിഹോത്രി ആ ചുഴിയിലേക്ക് എടുത്തു ചാടുകയും 3-ാം ദിവസം ചുഴിയിൽ നിന്ന് ഉയർന്നു വരികയും ചെയ്തു. അപ്പോൾ ആ കയ്യിൽ 3 ശൂലങ്ങളുണ്ടായിരുന്നു. ഒരു സ്വർണ്ണശൂലം, മറ്റൊന്ന് വെള്ളിയിലേത്, ഇനിയൊന്ന് ചെമ്പിലേത്. അതിന് മാത്രമല്ല, പിന്നീട് നാട്ടിലേക്ക് വന്നപ്പോൾ അന്ന് തുള്ളിപ്പറഞ്ഞ ആ ബ്രാഹ്മണ യുവതിയെ 3-ാമത്തെ വേളിയാക്കി ഒപ്പം കൂട്ടുകയും ചെയ്തു. വേമഞ്ചേരി മനയിൽ അവർ താമസമാക്കുമ്പോൾ വേമഞ്ചേരി മനയിൽ തന്നെ ആ സ്വർണ്ണശൂലം പ്രതിഷ്ഠിക്കുകയും പിന്നെ യജ്ഞേശ്വരത്ത് വെള്ളിശൂലം പ്രതിഷ്ഠിക്കുകയും ചെയ്തു. 3-ാമത്തെ ചെമ്പുശൂലം പ്രതിഷ്ഠിച്ചത് ഈ ക്ഷേത്രഭൂമിയിലാണ്, കൊടിക്കുന്നത്ത് ക്ഷേത്രഭൂമി. ഇവിടുത്തെ ഈ ശൂലം പ്രതിഷ്ഠിക്കുന്ന വേളയിൽ ഇവിടുത്തെ പൂജാതി കാര്യങ്ങൾക്കായി നിയുക്തരായിരുന്നത് വേമഞ്ചേരി മനയിലെ ഒരു ഉണ്ണിയും പിന്നെ മേഴത്തൂർ അഗ്നിഹോത്രിയുടെ 3-ാമത്തെ വേളയിൽ ജനിച്ച ഒരു പുത്രനുമാണ്. ഇവരൊരിക്കൽ പൂജാതി കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന കാലത്ത് ചെമ്പ് ശൂലം വല്ലാതെ വിറയ്ക്കുന്നുവെന്ന് കണ്ട് അത് ഉറപ്പിക്കുവാൻ ഒരു മാർഗവുമില്ലാതെ വിഷമിച്ചു അത്രേ. എന്നാൽ മേഴത്തൂർ അഗ്നിഹോത്രിയുടെ 3-ാമത്തെ വേളയിലെ പുത്രൻ തൻ്റെ പിതാവിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള അതിശ്രേഷ്ഠമായ ഒരു പൂജാവിധി പ്രകാരം ഇളനീർ കൊണ്ട് പ്രത്യേക രീതിയിൽ അഭിഷേകം നടത്തുകയും പൂജാതി കാര്യങ്ങൾ നടത്തുകയും ആ ശൂലം ഉറപ്പിക്കുകയും ചെയ്തു. പിന്നീട് ഇല്ലത്ത് വന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പിതാവ് തന്നെ നൽകിയ നാമമാണ് അടികൾ എന്നുള്ളത്. അത് ഇളനീരിൻ്റെ അടിഭാഗം വെട്ടി അർച്ചന നടത്തിയത് കൊണ്ടാണ് എന്ന് പറയുന്നു. പക്ഷേ ഇളനീര് ഇപ്രകാരം വെട്ടി അർച്ചന നടത്തിയതുകൊണ്ട് അതിൻ്റെ പ്രത്യേക രീതിയിൽ, അത് കൽപ്പിച്ചിട്ടുള്ള രീതിയിൽ അല്ലാതെ അഭിഷേകം നടത്തിയതിനാൽ ചെറിയൊരു ഭ്രഷ്ട് ഇവർക്ക് കൽപ്പിക്കുകയും ചെയ്തു. ഏതായാലും അടികൾമാരുടെ പൂജാതി രീതികൾ അതോടുകൂടി വ്യത്യസ്തമായി തീർന്നു. ഇന്ന് പ്രധാനമായും കൊടിക്കുന്നത്ത് ദേവീക്ഷേത്രത്തിലും അതുപോലെ തന്നെ കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രത്തിലും അടികൾക്ക് സ്ഥാനമുണ്ട്. കൊടിക്കുന്നത്തുകാവിൻ്റെ ഐതിഹ്യവും ക്ഷേത്ര കാഴ്ചകളും കണ്ടുകൊണ്ട് ഇപ്പോൾ നാം ഇരിക്കുന്നത് വിരുട്ടാണം ക്ഷേത്രത്തിലെ ക്ഷേത്രക്കുളത്തിനരികിലാണ്. ക്ഷേത്രക്കുളത്തിന് വലിയ പ്രാധാന്യവും അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ പ്രകൃതിയുമായുള്ള ബന്ധത്തിൻ്റെ സൂചനകളുമായി നിലകൊള്ളുമ്പോൾ ഈ ക്ഷേത്രക്കുളത്തിന് നേരെ കരയിലേക്ക് ചെന്നാൽ നമുക്കൊരു ശ്രീകോവിൽ കാണാനാകും. അവിടെയാണ് ക്ഷേത്രപാലകനും പിന്നെ മഹാദേവനും സാന്നിധ്യമാകുന്നത്. അതായത് വീരഭദ്രനും ഭദ്രകാളി സാന്നിധ്യമുള്ള ചാമുണ്ഡി ദേവിയും സാന്നിധ്യമാകുന്ന ഈ ക്ഷേത്രഭൂമിയിൽ മഹാദേവനും സാന്നിധ്യമുണ്ടെന്ന് മനസ്സിലാക്കാം. വീരഭദ്രൻ ശിവാംശമാണ് എന്നൊരു ഐതിഹ്യവുമുണ്ടല്ലോ. അങ്ങനെ എല്ലാ സങ്കല്പങ്ങളും ചൈതന്യങ്ങളും ഇവിടെ നിറഞ്ഞു നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാനാകും. ഭാരതപ്പുഴയുടെ തീരത്ത് ഉറങ്ങുന്ന വിശ്വാസങ്ങൾ അല്ലെങ്കിൽ എപ്പോഴും ഉണർന്നിരിക്കുന്ന ആചാരങ്ങൾ, ആ ആചാരങ്ങളിലെ മേന്മകളെ പറഞ്ഞുകൊണ്ട് നാം അടികൾ എന്ന പ്രത്യേക ബ്രാഹ്മണ സമുദായം, ആ സമുദായം എങ്ങനെ ഉണ്ടായെന്നും അതിനൊരു പ്രാധാന്യവും മേഴത്തൂർ അഗ്നിഹോത്രിയുമായുള്ള ബന്ധവും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ ഈ ക്ഷേത്രഭൂമിയുമായി ബന്ധപ്പെട്ട് അതിനൊരു പൂജാരീതികളുടെ വ്യത്യാസം പറയുമ്പോൾ തീർച്ചയായും അടികൾ സമുദായത്തെക്കുറിച്ച് ഏറ്റവും ആധികാരികമായി പറയുവാനാകുന്ന ഒരു വ്യക്തിയിൽ തന്നെയാണ് നാം സമീപിക്കേണ്ടത്. ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റി പ്രസിഡൻ്റായ ശ്രീ ശിവശങ്കര അടികൾ, അദ്ദേഹത്തോടൊപ്പമാണ് നമ്മൾ നിൽക്കുന്നത്. നമസ്കാരം. ഈ ഒരു പ്രത്യേക പൂജാരീതികളാണ് പിന്തുടർന്ന് വരുന്നത് അടികൾ പൂജകളുള്ള ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ. അപ്പോൾ ആ ഒരു പൂജാരീതികളെക്കുറിച്ചും പൂജാവിധികളെക്കുറിച്ചും പ്രത്യേകിച്ച് നമുക്ക് ഇപ്പോൾ ഈ ഒരു
ഈ ഒരു ക്ഷേത്രഭൂമി വിരുട്ടാനം ക്ഷേത്രഭൂമിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ആ ഒരു പ്രത്യേകതകളാണ് അറിയേണ്ടത്. അതിൽ പ്രധാനമായും ചോദിക്കേണ്ട ഒരു സംശയം, വീരസ്ഥാനം എന്നൊരു നാമം അത് ലോപിച്ചിട്ടാണ്, അല്ലെങ്കിൽ അത് പറഞ്ഞ് വിരുട്ടാണമായതാണെന്ന് പറയുന്നു. പക്ഷേ ഇവിടുത്തെ നാമത്തിൽ ശ്രീ വീരസ്ഥാനം വിരുട്ടാണം എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും ആ വിരുട്ടാണം എന്ന നാമം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്? ഗ്രാമത്തിന്റെ പേരാണ്. അതെ, അതൊരു ഒരു വീരസ്ഥാനം എന്ന് പറയാൻ കാരണം കളരി അങ്ങനെ ഒരു ഭഗവതിയുടെ ഒരു സങ്കല്പത്തില് പഴയ കാലത്ത് അങ്ങനെയാണ് വീരോദ്ധാനം എന്നാണ് പറഞ്ഞിരുന്നത്. അതിപ്പോ വിരുട്ടാനം. ഇവിടുത്തെ പൂജാരീതികൾ ഇപ്പോൾ പല ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുമല്ലോ, ആ ഒരു പിന്തുടർച്ചാ രീതികളും. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊരു നമുക്ക് എഴുതി വെച്ച രേഖകളൊന്നുമില്ല പൂജാതി കാര്യങ്ങൾക്ക്, അത് വായ്മൊഴിയായി പറഞ്ഞു കേൾക്കുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്കിനി ഇപ്പോൾ നിങ്ങളൊക്കെ പഠിച്ചത് നിങ്ങളുടെ മുൻപത്തെ തലമുറയിൽ നിന്ന് കണ്ടിട്ടും കേട്ടിട്ടും അറിഞ്ഞിട്ടും അങ്ങനെ പഠിച്ചതാണ്. പിന്നെ അടുത്ത തലമുറയിലേക്ക് വരും തലമുറയ്ക്ക് ഞങ്ങളിതിൻ്റെ കുറച്ച് റെക്കോർഡ് ഉണ്ടാക്കുന്നുണ്ട്. അത് വരും തലമുറയ്ക്ക് കൈമാറാനും പിന്നെ ഞങ്ങളുടെ ഊരായ്മയും കാരായ്മയും എല്ലാം ഞങ്ങളുടെ തന്നെയാണ്. ഒരു ഫാമിലി ട്രസ്റ്റാണ് ഇതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ നടത്തുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നാട്ടുകാരുടെ സഹകരണത്തോടു കൂടിയും സഹായത്തോടു കൂടിയിട്ടും അവരുടെ സമിതിയുണ്ട്, അവരുടെ അസിസ്റ്റൻസോട് കൂടിയിട്ടാണ് എല്ലാം നടക്കുന്നത്. കാരായ്മ എന്ന് പറയുമ്പോൾ ഇപ്പോൾ 5 കുടുംബമാണ്. ഒരു കുടുംബമാണ്. ഒരു കുടുംബത്തിലെ 5 അതെല്ലാവരും പ്രധാനമുണ്ട്. പിന്നെ ഞങ്ങളെ കൊടുങ്ങല്ലൂരും അവിടുത്തെ അതൊരു പ്രധാന കാര്യമാണ് പറയാനുള്ളത്. കൊടുങ്ങല്ലൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രധാന പൂജകളുള്ളതും ഇതേ കുടുംബത്തിന് തന്നെയാണ് എന്നുള്ളതും ഒരു വലിയ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി പറയേണ്ട കാര്യമാണ്. അപ്പോൾ ഏതായാലും നമുക്കൊരു ഈ ഒരു ക്ഷേത്രഭൂമിയിൽ നാം എത്തുമ്പോൾ എല്ലാ കാഴ്ചകളും ഒത്തുചേർന്ന് എല്ലാ ഊർജ്ജവും ഒത്തുചേർന്നു എന്നതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ കാരായ്മക്കാരെയും ഒത്തുചേർന്ന് കാണുവാനായി എന്നുള്ളതും ഒരു ഭാഗ്യമായി നമുക്ക് കരുതാം. അവരെ പരിചയപ്പെടാം. മൂത്ത ശങ്കരാചാര്യനടികളാണ്. അതെ, എൻ്റെ നേരെ മേലുള്ള കൊടുങ്ങല്ലൂരും ശാന്തിക്ക് ഉണ്ടാവും. ഇവിടെയും ശാന്തി. കൊടുങ്ങല്ലൂർ ശാന്തി പറയുമ്പോൾ അത് എന്താണ് അവിടുത്തെ ആ കൊടുങ്ങല്ലൂർ ശാന്തിയുടെ പ്രത്യേകത എന്താ? അവിടെ എന്താണ് ചെയ്യുന്നത്? അവിടെ ഞങ്ങൾ 3 ജില്ലക്കാരുണ്ട്, മാറിയിട്ട് ദിവസം മാറിയിട്ട് ചെയ്യുന്നു. അതിൽ ഞങ്ങൾ കുന്നത്ത് മഠത്തിലാണ്. ഞങ്ങൾക്ക് എല്ലാ 6 ദിവസം കൂടുമ്പോഴുള്ളൂ. കുന്നത്ത് ഭാഗിച്ചതാണ് 2 താവഴിയായിട്ട്. 6 ദിവസം കൂടുമ്പോൾ ഞങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ ഒരു ശാന്തി നടത്തുന്നു. അങ്ങനെ മാറിയിട്ട് ഉത്തരവാദിത്വം ഇവിടുത്തെ സെക്രട്ടറിയാണ്. ഞങ്ങളൊക്കെ കൂടി അവിടെയും ഇവിടെയും കൂടിയിട്ട് ഓടിച്ചാടാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഞാനിതിൽ വന്നു. അവിടുത്തെ പൂജാ കാര്യങ്ങളൊക്കെ നമുക്ക് മാസത്തിൽ 5 ദിവസം നമുക്ക് ഉത്തരവാദിത്തപ്പെട്ട ദിവസങ്ങളുണ്ട്. അതല്ലേ, ഒരു മാസത്തിൽ 5 ദിവസം. പക്ഷെ നമ്മൾ എന്നോട്ട് ഉണ്ടാവണം പല കാര്യങ്ങളായിട്ട്. പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട ദിവസം മാസത്തിൽ 5 ദിവസം നമ്മുടെ തറവാട്ടിലേക്കുള്ള അവകാശമാണ്, കാരായ്മ അവകാശമാണ്. ആ 5 ദിവസത്തെ പൂജാ കാര്യങ്ങളിലെല്ലാം ഉത്തരവാദിത്തം നമുക്കാണ്. അത് രാവിലെ മുതൽ രാത്രി വരെ അവിടുത്തെ ഉത്തരവാദിത്തം മുതൽ നമുക്ക്. ഇപ്പോൾ ഇവിടെ ഈ ക്ഷേത്രത്തിലെ പൂജ കൂടുതലും മേൽനോട്ടം വഹിക്കുന്നത് അങ്ങനെയാണ്. അതെ. അപ്പോൾ ഇവിടെ ഇപ്പോൾ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വീരഭദ്രനും ഭദ്രകാളിയും ഒരുമിച്ച് ഒരു പീഠത്തിലുള്ള പ്രതിഷ്ഠ. അപ്പോൾ എങ്ങനെയാ പൂജകൾക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? സപരിവാരം പൂജയാണ്. പിന്നെ ഇവിടെ രുചിത് വിധാനമാണ് പ്രതിഷ്ഠ. കൊടുങ്ങല്ലൂരത്തെ പോലെ തന്നെയാണ്. പിന്നെ ചാമുണ്ടേശ്വരിയുടെ സങ്കല്പത്തിലാണ് ഇവിടെ പൂജ കഴിക്കുന്നത്. പിന്നെ തന്ത്രംപറ കല്ലൂര് ശ്രീകുമാരൻ നമ്പൂതിരിയാണ്. അവർ ഉത്സവകാലത്ത് ശുദ്ധി കാര്യങ്ങളൊക്കെ നടത്തി പോകും. പിന്നെ ഉത്സവ ചടങ്ങുകൾ ഞങ്ങൾ തന്നെയാണ് ഇവിടെ ബാക്കിയുള്ള ചെയ്യുക. ഇപ്പൊ ദേവീക്ഷേത്രങ്ങളിൽ പതിവുള്ള എല്ലാ പൂജകളും ഇവിടെയും പതിവുണ്ടല്ലോ. അതല്ലാതെ എന്തെങ്കിലും പ്രത്യേകിച്ച് ഇപ്പൊ വീരഭദ്ര സാന്നിധ്യം കൂടി ഉള്ളത് കൊണ്ട് എന്തെങ്കിലും പ്രത്യേക പൂജകൾ? ഇല്ല, ആദ്യം വീരഭദ്രനെ പൂജിച്ചിട്ടാണ് പിന്നെ നമ്മൾ ഭഗവതിക്ക് ഒരേ സമയത്ത് പൂജിക്കുക. അതെല്ലേ. പിന്നെ 10 ദിവസം ഉത്സവം കാര്യങ്ങൾ, കുംഭമാസത്തിലോ പിന്നെ കൊടിയേറ്റം. അതെല്ലേ. 2 ദിവസം പോലെ തുടങ്ങും ശുദ്ധിയും കൂടിയിട്ട്. അതെല്ലേ.
ശാന്താട്ടം, നിറ, പുത്തിരി, അങ്ങനെ മറ്റ് ക്ഷേത്രങ്ങളിലെല്ലാം രാമായണ മാസം വളരെ പ്രാധാന്യമായിട്ടാണ് പുത്തിരിനെ കൊണ്ടുവരുന്നത്. വീരഭദ്രനും ഭഗവതിയും കൂടി ഒരേ പീഠത്തിലും ക്ഷേത്രം ഇല്ല ഇതേമാതിരി വലിയ ബിംബം. പിന്നെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചില ആധികാരികമായ ചരിത്ര രേഖകൾ, അതിൽ എന്നാണ് ക്ഷേത്രം പ്രതിഷ്ഠിക്കപ്പെട്ടത് അതൊന്നും അറിയാൻ പറ്റുന്നില്ല എങ്കിലും ആധികാരികമായ ചില രേഖകൾ ഒരു പുസ്തക രൂപത്തിൽ ഇവിടെയുണ്ട്. അതിൽ ക്ഷേത്രത്തിൻ്റെ ഒരു ഐതിഹ്യം അത് അങ്ങാണ് എഴുതിയിരിക്കുന്നത്. ഒരുപാട് പേര് ചോദിച്ചറിഞ്ഞിട്ടൊക്കെ എൻ്റെ കുട്ടിക്കാലം തൊട്ടിട്ട് കണ്ടും കേട്ടും അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ കൂടിയിട്ട് സംഗ്രഹിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് എത്രത്തോളം വിജയിച്ചിട്ടുണ്ടെന്ന് പറയാൻ വയ്യ. അങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ആദ്യം തൊട്ടിട്ടുള്ളത്. പിന്നെ ഇവിടെ ഈ ക്ഷേത്രം പുനരുദ്ധാരണം തുടങ്ങുന്നതിന് മുമ്പ് ഒരു അഷ്ടമംഗല പ്രശ്നം വെച്ചിട്ടുണ്ടായിരുന്നു നാഗലശ്ശേരി രാഘവൻ നായരുടെ ദേവസ്ഥാനത്തിൽ. അത് അന്ന് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പുനരുദ്ധാരണത്തിനൊരു കമ്മിറ്റി രൂപീകരിച്ചു. ആ കമ്മിറ്റിയുടെ പ്രവർത്തനം തുടങ്ങിയതിന് ശേഷമാണ് ശ്രീകോവിലൊക്കെ പൊളിച്ച് ഭഗവതിയുടെയും വീരഭദ്രൻ്റെയും പ്രതിഷ്ഠ ബാലാലയത്തിലേക്ക് മാറ്റുകയും അത് പണി കഴിഞ്ഞ് അതേ കൊല്ലം ഉത്സവത്തിന് മുമ്പായിട്ട് ശ്രീകോവിലേക്ക് തിരിച്ച് പ്രതിഷ്ഠിച്ചു. അതിനുശേഷം ഇങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെ നടന്നതിലൂടെ അത് ഞങ്ങൾ സ്മരണിക ഇറക്കി. അതുകൂടാതെ കൊണ്ട് നവീകരണ കലശം നടത്താൻ സാധിച്ചു അമ്പലത്തിൻ്റെ. പിന്നെ ഏറ്റവും ഈ പ്രതിഷ്ഠാ ദിനത്തിന് കൂടിയിട്ട് എനിക്ക് ഏറ്റവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുഭവിച്ച് അറിയേണ്ട ഒരു സംഗതിയാണ്. കാരണം ഒരു ശ്രീകോവിലിൽ 2 പ്രതിഷ്ഠകൾ, ആ 2 പ്രതിഷ്ഠകൾക്കും 2 തന്ത്രിമാർ ഉച്ചപൂജ നട തുറക്കുമ്പോൾ 2 പേരും ആർത്തി ഒഴിയുക. അത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഞാൻ കുറേ അമ്പലങ്ങളിൽ പോയിട്ടുണ്ട്. പക്ഷേ അത് ഇപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മേലിൽ കോരിത്തിരിക്കുന്നുണ്ട്. അത് അങ്ങനെ ഒരു കാണാനുള്ള ഭാഗ്യം കൂടി ഉണ്ടായി. കാരണം 2 വീരഭദ്രൻ്റെ പുനഃപ്രതിഷ്ഠ ചെയ്തത് ഒരു തിരുമേനിയാണ്, ഭഗവതിയുടെ പ്രതിഷ്ഠ ചെയ്തത് വേറൊരു തിരുമേനിയാണ്. അപ്പം അവർ 2 പേരും ഉച്ചപൂജയ്ക്ക് അകത്തുണ്ടായിരുന്നു. ആ ഉച്ചപൂജ എന്നിട്ട് 2 പേരും, ഒരാൾ വീരഭദ്രന് ആർത്തി വീണു, മറ്റാൾ ഭഗവതിക്ക് ആർത്തി വീണു. അപ്പോൾ അത് 2ഉം അങ്ങനെ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു സൗഭാഗ്യമായിട്ടാണ്. തീർച്ചയായിട്ടും ഈ ഒരു ഗ്രാമത്തിൻ്റെ മുഴുവൻ സൗഭാഗ്യം തന്നെയാണ് ഒരു പീഠത്തിൽ 2 പ്രതിഷ്ഠയുണ്ടാവുകയും ആ ക്ഷേത്രത്തിന് ഏതാണ്ട് 2000-ഓളം വർഷം പഴക്കമുണ്ടാവുകയും ചെയ്യുക. ആ 2000-ഓളം വർഷം പഴക്കമുണ്ട് ക്ഷേത്രഭൂമിക്കെങ്കിലും ഏതാണ്ട് 2005 ഇന്ന് നാം ഈ കാണുന്ന രീതിയിലുള്ള ഒരു പുനഃപ്രതിഷ്ഠ കർമ്മങ്ങളൊക്കെ നടക്കുന്നതും ഇന്ന് നാം കാണുന്ന രീതിയിൽ ഈ ക്ഷേത്രം ഇപ്പോൾ ഒരു പുതിയ ഭാവം ക്ഷേത്രത്തിനുണ്ടെങ്കിലും ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ശ്രീകോവിലിൻ്റെ കാഴ്ചകളെല്ലാം ആ 2000 വർഷത്തിൻ്റെ പഴക്കം സൂചിപ്പിക്കുന്നത് തന്നെയാണ്. അടികൾമാർ പൂജ ചെയ്യുന്ന ക്ഷേത്രഭൂമിയുടെ പ്രത്യേകതകൾ, അതിൽ കൊടുക്കുന്നത്ത് കാവും അതുപോലെ തന്നെ ഇവിടുത്തെ വിരട്ടാണം ക്ഷേത്രഭൂമിയെക്കുറിച്ച് നാം പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ എങ്ങനെയാണ് അടികൾമാർക്ക് പൂജകൾക്ക് പ്രാധാന്യം ലഭിക്കുന്നത് എന്നതിന് പിന്നിലൊരു ഐതിഹ്യമുണ്ട്. പണ്ട് കാലത്ത് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ പൂജാധികാരങ്ങൾ നടത്തുന്നതിന് വേണ്ടി 41 ബ്രാഹ്മണ ഇല്ലങ്ങളുണ്ടായിരുന്നു അത്രേ. ഒരു കാലത്ത് പരമഭക്തനായ ദേവീഭക്തനായ ഒരു സാധു ബ്രാഹ്മണൻ ഈ 41 ഇല്ലങ്ങളിൽ ആദ്യത്തെ ഇല്ലത്ത് വന്ന് സന്ധ്യാവന്ദനത്തിനും മറ്റ് പൂജാതി കാര്യങ്ങൾക്കും വേണ്ടുന്ന സഹായം ചോദിക്കുകയും എന്നാൽ ഇവിടെ അതിനൊന്നും പ്രാപ്തിയില്ല എന്നും അങ്ങേ ഇല്ലത്ത് ചോദിച്ചോളൂ എന്ന് പറയുകയും ചെയ്തു. ഇങ്ങനെ ഓരോരോ ഇല്ലങ്ങളായി മാറി 41 ഇല്ലത്തിൽ സഹായം ചോദിച്ചപ്പോഴും ബ്രാഹ്മണന് സഹായം ലഭിച്ചില്ല എന്ന് മാത്രമല്ല 41ാമത്തെ ഇല്ലത്തെ ആളും പറഞ്ഞത് അങ്ങേ ഇല്ലത്ത് ചോദിച്ചോളൂ എന്നാണ്. 41ാമത്തെ ഇല്ലത്ത് നിന്ന് അങ്ങേ ഇല്ലം അന്വേഷിച്ച് ചെന്നപ്പോൾ എത്തിയത് ദേവീക്ഷേത്രഭൂമിയിൽ തന്നെ, കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ തന്നെയായിരുന്നു. ദേവിയാകട്ടെ ഒരു വാരസ്യാരുടെ വേഷത്തിൽ വിളക്കം കൊളുത്തി ഈ സാധു ബ്രാഹ്മണനെ കാത്തു നിൽക്കുകയായിരുന്നു. വേണ്ട രീതിയിൽ സാധു ബ്രാഹ്മണന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഭഗവതി തന്നെ അന്ന് ചെയ്തു കൊടുക്കുകയും ചെയ്തു. എന്നാൽ തൻ്റെ ഉപാസകനായ ഭക്തനെ സഹായിക്കാത്ത ആ ഒരു ബ്രാഹ്മണ ഇല്ലങ്ങളോട് കോപം തോന്നിയ ദേവി 41 ഇല്ലങ്ങളും ചുട്ടെരിച്ചു കളഞ്ഞു അത്രേ. ഇതിനുശേഷം പിന്നീട് കൊടുങ്ങല്ലൂർ പൂജ കഴിക്കുവാൻ, പ്രത്യേകിച്ച് ബ്രാഹ്മണരെല്ലാം ഇല്ലാതായി കഴിഞ്ഞപ്പോൾ പൂജ കഴിക്കുവാൻ ആരും ഇല്ലാതെ വരികയും കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ സഹോദരിയായ ദേവി വാഴുന്ന കൊടുക്കുന്നത്ത് ഭഗവതി ക്ഷേത്രത്തിലെ പൂജാതി കാര്യങ്ങൾക്ക് ചുമതലയുള്ള അടികൾമാരെ അവിടേക്ക് കൊണ്ടുവരികയും പൂജ കഴിക്കുകയും ചെയ്തു. ഇന്നും അതീവ രഹസ്യമായ പല പൂജകളും, കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ പല പൂജകളും അറിയാവുന്നവർ അടികൾക്ക് മാത്രമാണ്. അതാണ് അടികൾമാരുടെ പ്രത്യേകത അല്ലെങ്കിൽ പ്രാധാന്യം. ഇപ്പോഴും ഈ 3 ക്ഷേത്രങ്ങളിൽ നിന്നല്ല, ഈ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള ക്ഷേത്രഭൂമികളിലും അടികൾമാർക്ക് പൂജകൾക്ക് പ്രാധാന്യമുണ്ട് എങ്കിലും പ്രധാനമായും പറയുന്നത് ഈ 3 ക്ഷേത്രഭൂമികൾ തന്നെയാണ്. विषादे प्रमादे प्रवासे जले चानले पर्वते शत्रुमध्ये अरण्ये शरण्ये सदा मां प्रपाहि गतिस्त्वं त्वमेका भव
ഭഗവതി ക്ഷേത്രത്തിൻ്റെ കാരായ്മക്കാരായ അടികർമാർ അവരുടെ തറവാടായ ഇന്നും വിരുട്ടാണത്ത് കുന്നത്ത് മഠം എന്നറിയപ്പെടുന്ന ഈ മഠം ക്ഷേത്രഭൂമിയോട് ചേർന്ന് തന്നെ പടിപ്പുരയോട് കൂടിയുള്ള മഠം ഇന്ന് പുതിയ രീതിയിലുള്ള കാഴ്ചകളോട് കൂടിയാണ് നിൽക്കുന്നതെങ്കിൽ പഴയ കാലത്തെ തറവാടിൻ്റെ ആ ഓർമ്മകളും ഒത്തുചേരലും എല്ലാം ഇവിടെ സാധ്യമാകുന്നു. ക്ഷേത്രത്തിൻ്റെ പൂജാതി കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നവരെല്ലാം ഒത്തുകൂടുന്നതും പൂജകൾക്ക് വേണ്ടി തയ്യാറാകുന്നതുമൊക്കെ ഈ കുന്നത്ത് മഠത്തിൽ വെച്ചിട്ടാണ്. അടികന്മാരെക്കുറിച്ച് പറയുമ്പോൾ ഈ കുന്നത്ത് മഠത്തിനും പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കാം. അങ്ങനെ പാരമ്പര്യത്തെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും ആചാരത്തെക്കുറിച്ചും ഒപ്പം ശ്രേഷ്ഠമായ 3 ദേവീ സാന്നിധ്യത്തെക്കുറിച്ചും പറയുവാനും അറിയുവാനും കാണുവാനുമായ ഈ ശ്രേഷ്ഠ ദിവസം ഈ കാഴ്ചകൾക്കൊപ്പം ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ നന്മകളും നേരുന്നു. നമസ്കാരം. नित्यं पित्रा सदेशे निजतनुजनिता स्थाप्यते प्रेमभावा एतादृश्यानुभूत्यो गदितटसविधे संस्थितां तर्कयामि. വള്ളുവനാടിൻ്റെ കാഴ്ചകളുമായി ഒരു പ്രഭാതം. അപൂർവമായ നാമമുള്ള അപൂർവമായ വിശ്വാസമുള്ള ഒരു ക്ഷേത്രഭൂമിയിലേക്കുള്ള യാത്ര ഈ പ്രഭാതത്തിൽ. ഒരേ പീഠത്തിൽ തന്നെ ദേവീ സാന്നിധ്യത്തിനൊപ്പം വീരഭദ്ര പ്രതിഷ്ഠ കൂടിയുണ്ട്. അത്തരത്തിലുള്ള അപൂർവ ക്ഷേത്രമാണ് ഇതെന്ന് മനസ്സിലാക്കാം. ശ്രീ വീരസ്ഥാനം വിരുട്ടാണം ക്ഷേത്രം. आर्या दुर्गाभिधाना हिमनगदुहिता शङ्करार्धा सदा